സ്വാഗതം എല്ലാവർക്കും പുതിയൊരു SCRT ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസത്തോട് കൂടിയിട്ട് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലത്തെ ആദ്യത്തെ ചാപ്റ്ററാണ്. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഇത്, നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ. പക്ഷേ ഏറ്റവും കൂടുതൽ പോയിന്റ്സും കൂടെ ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ പറയുന്ന മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പഠിച്ച് പോകാം. അപ്പോൾ കൃത്യമായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ചെറിയൊരു ഫീച്ചർ പോലെ ചെറിയൊരു ഭാഗം ഇവിടെ കാണും. ഒരു സ്റ്റോറി പോലെ ഒരു കാര്യമാണ്, മുന്നേ ഉള്ളൊരു കാര്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ നമുക്ക് 2-3 പോയിന്റ്സ് കിട്ടാനുണ്ട്. ഓക്കെ, പറയുന്നിങ്ങനെയാണ്: AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലുള്ളതുമായ ശിലകളും കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവുമുള്ള ശിലകൾ 100ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരത്തിൽ സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു: കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നത് വരെ തിരിച്ചു പോവുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ക്ഷേത്രം പണിയുന്നതിൻ്റെ എത്രത്തോളം കാര്യങ്ങളാണ്, എത്രത്തോളം ആളുകളുടെ പ്രയത്നമാണ്, കഠിന പ്രയത്നമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പ്രധാനമായിട്ടും 2-3 പോയിന്റ്സ് എഴുതി വെക്കാനുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന്, കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ ആ ഒരു പണി തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും നോക്കിയതാ AD എത്രയാണ്? 1246 എന്നാണ് പറഞ്ഞത്. ക്ലിയർ? AD 1246 ശരിക്ക് ഇത് തുടങ്ങുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. AD 1246 ശരിക്കും ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ അടുത്തൊരു പോയിന്റ് നോക്കിയാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നദീതീരത്താണ് ഈ പറയുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതാണ്? നോക്കിയേ, ചന്ദ്രഭാഗ നദീമുഖത്ത്. ഓക്കെ, ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു എന്നാണ് പറയുന്നത് അല്ലേ? ചന്ദ്രഭാഗ നദീതീരത്താണ് എന്നുള്ളൊരു പോയിന്റ് കിട്ടി. AD 1246 എന്നുള്ളത് മറ്റൊരു പോയിന്റ് കിട്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് തൊട്ട് താഴെ 1200 ഏതാണ്ട് 1200 ശില്പികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇതിൻ്റെ ഒരു സൂര്യക്ഷേത്രം പണിത് കൃത്യമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, എത്രത്തോളം കാലം അവർ ജോലി ചെയ്തു എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 12 വർഷം നിരന്തരം പണിയെടുത്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 1200ഓളം ശില്പികൾ 12 വർഷക്കാലത്തോളം നിരന്തരം പണിയെടുത്തിട്ടാണ് എന്ത് ചെയ്തത്, കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലെ, ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് ശരിക്ക് ഈ സൂര്യക്ഷേത്രമാണ് കേട്ടോ. എന്താണ് ബ്ലാക്ക് പഗോഡ? അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അറിയുന്നവരെന്നായിരിക്കും നിങ്ങളെല്ലാവരും. ബ്ലാക്ക് പഗോഡയാണ്, പഗോഡ. ഓക്കെ, ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ് ഇവിടെ നിന്ന് മനസ്സിലാക്കുക. AD 1246 അപ്പോൾ ഇത്രയും തന്നെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. പ്രശസ്ത ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായി ശിലാപത്മം എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. നോക്കിയേ, പ്രശസ്തയായിട്ടുള്ള ഒഡിയ സാഹിത്യകാരിയാണ് ശരിക്കും ആര്? പ്രതിഭ റോയ് എന്ന് പറയുന്നത് കേട്ടോ, പ്രതിഭ റായ്. അപ്പോൾ ഒഡിയ സാഹിത്യകാരിയാണ്. അവരുടെ ഏത് കൃതിയാണ്? ശിലാപത്മം എന്ന് പറയുന്ന കൃതിയുണ്ട്. ആ കൃതിയിൽ ഏതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ചിലപ്പോൾ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ വേണമെങ്കിലും വയ്ക്കാൻ പ്രതിഭ റായ് ഏത് മേഖല അല്ലെ സാഹിത്യകാരിയാണ്, ഏത് ഭാഷയിലെ ഏത് തരം സാഹിത്യകാരിയാണെന്നതിൽ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിലോ അവരുടെ ഈ ഒരു കൃതി ശിലാപത്മം അല്ലേ, അതിൽ ഏതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് പുറമെ ധാരാളം നിർമ്മിതികൾ മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മധ്യകാല ഇന്ത്യയിലത്തെ കലയും സാഹിത്യത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. വെച്ചാൽ മധ്യകാല ഇന്ത്യ വെച്ചാൽ കംപ്ലീറ്റ് ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് അല്ലേ? എന്താണ്, ധാരാളം നിർമ്മിതികൾ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ
തെക്കേ ഇന്ത്യയിലേക്ക് നമ്മൾ വരുവാണ്. തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു ശരിക്കും ആര്? പല്ലവന്മാർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പല്ലവന്മാർ എന്ന് വെച്ചാൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയവരാണ്. അവരുടെ പ്രധാനപ്പെട്ട തുറമുഖ നഗരത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തത് മഹാബലിപുരം. അടുത്ത പോയിന്റ് മഹാബലിപുരം. അപ്പോൾ ഈ പല്ലവ രാജാവായിട്ടുള്ള അതിലൊരു രാജാവാണ് ആര്? നരസിംഹവർമ്മൻ. ഈ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങളെല്ലാം പൊതുവെ അറിയപ്പെട്ട പേര് പഞ്ചരഥങ്ങൾ എന്നാണ് കേട്ടോ. രഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം തീർക്കുന്നത്. ഒറ്റക്കല്ലിൽ പണി തീർക്കുന്ന ക്ഷേത്രങ്ങളാണ് ആ ഒരു നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. നമ്മളെ മനസ്സിലായില്ല, ഇന്ത്യയിൽ ക്ലിയർലി മധ്യകാല ഇന്ത്യയിൽ. അപ്പോൾ ആദ്യത്തെ ആ ഒരു നിർമ്മിതികളൊക്കെ അങ്ങനെയായിരുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത പിന്നെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങും. അങ്ങനെ താഴോട്ട് പണി തീർത്ത് വരുമോ എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ പിന്തുടരുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചരഥങ്ങൾ എന്താണെന്ന് മനസ്സിലായി അല്ലേ. പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെട്ടതാണ് പഞ്ചരഥങ്ങൾ എന്നുള്ള പേരിൽ. അപ്പോൾ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയതാണ് ആര്? ഈ പറഞ്ഞ പല്ലവന്മാർ. അവരുടെ തുറമുഖ നഗരമായിരുന്നു ശരിക്കും മഹാബലിപുരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ ആ ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇതിപ്പോൾ ഇതൊരു ക്ഷേത്രം എന്ന് വെച്ചാൽ ഒറ്റക്കല്ല് തീർത്ത ഒരു ക്ഷേത്രമാണ് ഇവിടെ ഒന്ന് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം ആ രീതി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നല്ല വൃത്തി പണി ചെയ്ത് താഴേക്ക് വരിക എന്നുള്ളതാണ് ആ ഒരു ശൈലി. ഇതാ അവയോരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് ഈ പറഞ്ഞ മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചത് അല്ലേ. തുറമുഖ നഗരമാണ് മഹാബലിപുരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് എന്താണ് നമ്മളെ ഇന്ത്യയുടെ പല ഭാഗത്തും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ഇത് പലതവണ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എല്ലോറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവയാണ് എന്ന് വെച്ചാൽ ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത്. മനസ്സിലായില്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ളവയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിർമ്മിച്ച കാലഘട്ടം 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ. എല്ലോറ മഹാരാഷ്ട്രയിലാണ് എന്നുള്ളതും കിട്ടി. ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് അല്ല. അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക, ചോദ്യമായിട്ടോ അല്ലെങ്കിൽ പോയിൻ്റായിട്ടൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ബൗദ്ധർ, ജൈനർ. ബൗദ്ധർ എന്ന് വെച്ചാൽ അറിയാലോ, ബുദ്ധമതക്കാർ. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലോറ ഒരു ഗുഹാക്ഷേത്രമാണ്. അവിടെ ബുദ്ധമത വിശ്വാസികളുടെ ക്ഷേത്രം കാണാൻ പറ്റും, ജൈനമത വിശ്വാസികളുടെ ക്ഷേത്രം കാണാൻ പറ്റും. വൈഷ്ണവ എന്ന് വെച്ചാൽ വിഷ്ണു അല്ലേ, വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ, മഹാവിഷ്ണു എന്നൊക്കെ പറയും. അപ്പോൾ ശൈവ പരമശിവൻ്റെയും ക്ഷേത്രങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാ റിലീജിയൻസും ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ. ക്ലിയർ. ഇതൊക്കെ നമുക്കുണ്ടല്ലോ ചെറിയ പോയിന്റുകളാണ് നമ്മൾ വിചാരിച്ച് അങ്ങോട്ട് ഒഴിവാക്കും. മനസ്സിലായില്ലേ. അപ്പോൾ അത്തരത്തിൽ ഒഴിവാക്കുന്നൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിൽ ചോദിക്കുക മൈന്യൂട്ടായിട്ട്. കാരണം ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്ന പോയിന്റൊക്കെ എല്ലാവർക്കും അറിയും. അപ്പം ഒഴിവാക്കി വിടുന്ന തോന്നുന്ന അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നേക്കാം. അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അടുത്ത പോയിന്റ്, എല്ലോറയിൽ ഗുഹാക്ഷേത്രങ്ങൾ ഇതാണ് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് നല്ലൊരു കാര്യം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. അപ്പോൾ വീണ്ടും അവിടുന്ന് മാറാൻ തുടങ്ങി അല്ലേ. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരുന്ന ഒറ്റക്കല്ല് തീർത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇതുവരെയും നമ്മൾ പഠിച്ചത്, എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ വരെയും പഠിച്ചത്. എന്നാൽ പിന്നീട് നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഓക്കെ, ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. അവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപാട് നിലകളോട് കൂടിയിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളാണ് ആ ഒരു സമയത്ത് വന്നത്. ചെത്തിമിനുക്കിയ പാറകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അതിന് ഉദാഹരണങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ഒന്ന് നോക്കിയേ, ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രവും ഇതിന് ഉദാഹരണമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ എവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രം മീൻസ് നമുക്ക് എന്താണ് വിനോദസഞ്ചാരത്തിനൊക്കെ നമുക്ക് പോയി കാണാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ, പഴയകാലത്തെ നിർമ്മിതികളാണ്. അപ്പോൾ ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, അതുപോലെ തന്നെ ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രം. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തഞ്ചാവൂർ അല്ലേ. ഈ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ബൃഹദേശ്വര ക്ഷേത്രം, അത് നിർമ്മിച്ചത് ആര്? രാജരാജൻ. ഇദ്ദേഹം ഏത് ഭരണാധികാരിയായിരുന്നു? ചോള രാജാവാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ചോള രാജാവായിട്ടുള്ള രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രമൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ ചെത്തിമിനുക്കിയ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പണിത ബഹുനില ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമായിരുന്നു എന്നുള്ള
കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണുന്നത്. അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ എത്രത്തോളം വിശാലമാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. പണ്ട് കാലത്തെ നിർമ്മിതികളുടെ ഒരു പ്രാധാന്യമാണ് നമുക്കിവിടെ മനസ്സിലാവുക. അടുത്ത കാര്യം, പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഒറ്റക്കല്ലിൽ തീർത്തു, പിന്നീട് നീളം കൂടിയ ബഹുനില ക്ഷേത്രങ്ങളല്ലേ ചെത്തിമിനിക്ക പാറകൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നീട് വന്ന മാറ്റം എന്തായിരുന്നു ക്ഷേത്രങ്ങൾക്ക്? ഈ പറഞ്ഞ രീതിയിൽ ക്ഷേത്രഭിത്തികൾ ചുമരിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചുമർ ചിത്രങ്ങൾ, ശില്പങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന വെച്ചാൽ കൂടുതൽ ഉൾപ്പെടുന്നത് രാമായണം, മഹാഭാരതം, ഭാഗവതം പോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇവയ്ക്ക് പുറമേ തന്നെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. അപ്പോൾ ക്ഷേത്രഭിത്തികളിൽ ചിത്രങ്ങൾ കൊണ്ട് പിന്നെ അലങ്കരിക്കുന്ന ഒരു രീതി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മഹാഭാരതം, ഭാഗവതം, അതുപോലെ തന്നെ രാമായണം പോലുള്ള കഥകളിലെ കഥാസന്ദർഭങ്ങളൊക്കെ കൊത്തിവെക്കാൻ തുടങ്ങി അല്ലേ. അതിൻ്റെ കൂടെ എന്തും വന്നിട്ടുണ്ട്? യുദ്ധരംഗങ്ങളും നൃത്തരംഗങ്ങളും സംഗീത രംഗങ്ങളൊക്കെ എന്ത് വന്നിട്ടുണ്ട്? ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ചുമരിൽ സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, സംഗീതരംഗം എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് അവിടെ ക്ഷേത്രഭിത്തികളുള്ളത്. യുദ്ധരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നൃത്തരംഗം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നേ ഉള്ളൂ. പല പ്രാചീന കാലത്തെ ക്ഷേത്രങ്ങളിലും ഇതൊക്കെ കാണാനുണ്ട് ഇന്നും. ഓക്കെ, അടുത്ത് നോക്കിയാൽ മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. അപ്പം നമ്മൾ എല്ലോറ ക്ഷേത്രം ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മധ്യപ്രദേശിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഖജുരാഹോ ക്ഷേത്രം. കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. എന്താണ് പ്രത്യേകത? ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞ ഖജുരാഹോ ക്ഷേത്രം, മധ്യപ്രദേശ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു ക്ഷേത്രഭിത്തികൾ പിന്നീട് ശില്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ആരംഭിച്ചു. അതിൽ സംഗീതരംഗങ്ങളും നൃത്തരംഗങ്ങളും യുദ്ധരംഗങ്ങളും മഹാഭാരതം പോലുള്ള അല്ലെ രാമായണം പോലുള്ള എല്ലാ കാര്യങ്ങളും ഭാഗവതമൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഖജുരാഹോ ക്ഷേത്രം എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. എന്താണ് നോക്കിയാൽ, അങ്ങനെ നമ്മൾ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെ 3 കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചു. ആദ്യം ഉണ്ടായത് എങ്ങനെയാണ്, പിന്നീട് എങ്ങനെയാണ് പഠിച്ചു. പിന്നീട് നമ്മൾ അങ്ങോട്ട് സുൽത്താൻ ഭരണകാലത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യയിലെ സുൽത്താൻ ഭരണകാലം, സൽത്തനത്ത് വെച്ചാൽ സുൽത്താൻ ഭരണകാലത്ത് ഉണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്നറിയപ്പെട്ടു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്താണ് സൽത്തനത്ത് എന്ന് വെച്ചാൽ? ഇസ്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണമായിരുന്നു അല്ലേ. അതാണ് സുൽത്താൻമാർ, സൽത്തനത്ത് ഭരണകാലം. അപ്പോൾ അന്ന് ഒരു പുതിയൊരു വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. അതെന്താണ്? അത് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. മധ്യകാല ഇന്ത്യയിൽ രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ഇസ്ലാമിക രീതിയിൽ വന്നതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള പേരാണ് ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയാണ് രൂപപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റും. എന്താണ് നോക്കിയത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കമാനങ്ങൾ. നിങ്ങൾ ഈ കണ്ടിട്ടുണ്ട് അല്ലെ. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെയുള്ള മുസ്ലിം പള്ളികളിലൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. കമാനങ്ങൾ ഉണ്ടാവും, താഴികക്കുടങ്ങൾ കാണാൻ പറ്റും, മിനാരങ്ങൾ കാണാം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും, കണ്ടു പരിചയപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഇതിൽ ഈ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരം എന്താണ് ഇവിടെ പിന്നെ നിർമ്മിക്കപ്പെടുന്ന പള്ളികളിലും കാര്യങ്ങളൊക്കെ എന്ത് വന്നിട്ടുണ്ട്? ഇത്തരത്തിലുള്ള കമാനങ്ങളൊക്കെ വന്ന് ഒരു പുതിയൊരു ശൈലിയാണ്. കമാനങ്ങൾ ഉണ്ടായിരുന്നു, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ അല്ലെ, മണിമിനാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു വാസ്തുവിദ്യാ ശൈലി വന്നത്. ഇതാ വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നേരിട്ടിട്ട് ഇന്ത്യക്കാർക്ക് അത് ആവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു വാസ്തുവിദ്യാ ശൈലിയാണ്, സൽത്തനത്തെ ഭരണമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? തുർക്കിയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെ വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ കൊണ്ടുവന്നു അല്ലെ, ഇന്ത്യയിലേക്ക് എത്തിച്ചു. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി എന്ന് പറയുന്നത്. എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവാണ് അവിടെ ഉദ്ദേശിച്ചത് അല്ലേ. ഒന്നാലോചിച്ചൊക്കെ പണ്ട് കാലത്ത് ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിപ്പിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. അപ്പോൾ പേർഷ്യ, തുർക്കി പോലുള്ള സ്ഥലങ്ങളിലെ വിദഗ്ധരും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള തൊഴിലാളികൾ, കൽപ്പണിക്കാർ, ശില്പികൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2 തരത്തിലുള്ള പിന്നെ ശൈലികളും സമന്വയിപ്പിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം, പ്രത്യേകത, കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഇൻഡോ ഇസ്ലാമിക്. ഇത് പുതിയൊരു ഇപ്പം നമ്മൾ കണ്ട ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ വന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അന്നത്തെ കാലത്താണല്ലോ. ഇനിതാ ഈ വാസ്തുവിദ്യാ രീതിയുടെ ചില സവിശേഷതകൾ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. എന്തോ സവിശേഷതകളുണ്ട്, നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. ശരിയാണ്, നമുക്ക് പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും. ക്ഷേത്രങ്ങളെയും ഈ പറഞ്ഞ രീതിയിലുള്ള നിർമ്മിതികളെയും നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെയോ
കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. അവിടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴും ഖജുരാഹോ ക്ഷേത്രങ്ങളിലൊക്കെ എത്തിയപ്പോൾ ക്ഷേത്രങ്ങൾക്ക് എന്തായിട്ടുണ്ട്, ഈ പറഞ്ഞ രീതിയിലുള്ള ശില്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സംഗീതരംഗം, നൃത്തരംഗം, അല്ലെ കലാരംഗം, അതൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലികളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ് നോക്കിയേ. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചത് അവിടെ കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങളുടെയും പുഷ്പങ്ങളുടെയൊക്കെ രൂപം, ഇത്തരത്തിലുള്ള രൂപങ്ങളൊക്കെയാണ് അവിടെ കൊത്തിവെച്ചത്, അല്ലേ? ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതുപോലെ അടുത്ത പോയിന്റ്, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വെണ്ണക്കല്ലിൽ തീർത്ത മഹാത്ഭുതം, താജ്മഹലൊക്കെ, അല്ലേ? അതുപോലെ ചുവന്ന കൊല്ല്, ചെങ്കോട്ടയൊക്കെ കണ്ടവരാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കൊല്ല്, മാർബിൾ മുതലായവ നിർമ്മിച്ചു. പിന്നെന്താണ്, നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അതാണ് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നാലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമായിരിക്കും നമ്മളിങ്ങനെ കണ്ടാൽ. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ സവിശേഷതകളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരമുള്ള നിർമ്മിതികളുടെ സവിശേഷതകളാണ്. കമാനങ്ങൾ, താഴെക്കൂടങ്ങൾ, മിനാരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? പിന്നെ കെട്ടിടങ്ങളിൽ ചുമർ ചിത്രങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സസ്യങ്ങളും പൂന്തോട്ടങ്ങളും, അല്ലെ പൂക്കൾ, പുഷ്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെയോ നിർമ്മാണത്തിന് കുമ്മായം, മാർബിൾ, അതുപോലെ തന്നെ ചുവന്ന കല്ലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. നിർമ്മിതികളോട് ചേർന്ന് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കഥ പഠിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കിട്ടും, അല്ലേ? സിമ്പിളാണല്ലോ. അടുത്തത്, ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരം നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ പണിതീർത്തെടുത്ത ആദ്യത്തെ നിർമ്മിതിയാണ് ശരിക്കും കുത്തബ് മിനാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുത്തബ് മിനാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേര് ഇതിനോട് ചേർന്ന് നിങ്ങൾക്ക് കിട്ടും, കുത്തബ്ദീൻ ഐബക്ക്, അല്ലേ? കുത്തബ്ദീൻ ഐബക്ക്. അപ്പോൾ ഈ കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സുൽത്താൻ ഭരണ സ്ഥാപകനാണ്, അല്ലേ? സൽത്തനത്ത് ഭരണ സ്ഥാപകനാണ്. സൽത്തനത്ത് സ്ഥാപകനാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, ആണല്ലോ. അപ്പോൾ സൽത്തനത്ത് സ്ഥാപകനായിട്ടുള്ള കുത്തബ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ അത് പൂർത്തിയാക്കിയത് അദ്ദേഹമല്ല, പിന്നെ ആരായിരുന്നു? ഇൽത്തുമിഷാണ്. അടുത്ത ഭരണാധികാരിയായിട്ടുള്ള ഇൽത്തുമിഷിൻ്റെ ഭരണ കാലയളവിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തിയാവുന്ന എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഉയരമുള്ള ഗോപുരങ്ങളും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ്. ഉയരമുള്ളത്, അതായത് കണ്ടെത്താൻ പിരമിഡ് പോലെ ഉണ്ട്, നോക്കിയേ. അപ്പോൾ ഉയരമുള്ള ഗോപുരങ്ങളും അവിടെ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികൾ, ഇതാ ഓരോ ഭാഗത്തും ബാൽക്കണികളുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരമുള്ള കുത്തബ് മിനാറിൻ്റെ പ്രത്യേകത. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അപ്പോൾ എന്താണ്, സൽത്തനത്ത് ഭരണകാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കമെങ്കിലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് മുഗൾ കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് ഒരുപാട് നിർമ്മിതികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം. ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹിയിലുണ്ട്. അത് ഈ പറഞ്ഞ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ രൂപപ്പെട്ടതാണ്, അല്ലേ? പിന്നെയോ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. എന്ന് പറഞ്ഞാൽ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയതിന് ശേഷമാണ് ശരിക്കും താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചിത്രമുണ്ട്, നേരിട്ട് കണ്ടവരായിരിക്കും കൂടുതൽ പേരും. അപ്പോൾ ഹുമയൂണിൻ്റെ ശവകുടീരം ഇതാണ്, മനസ്സിലാക്കിയ ഇതാണ് ശവകുടീരം. അപ്പോൾ മുഗൾ കാലഘട്ടത്തിലെ ആദ്യത്തെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ഈ ഹുമയൂണിൻ്റെ ശവകുടീരമാണെന്ന് മനസ്സിലായി, അല്ലേ? ഇത് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. വെണ്ണക്കല്ലും അതുപോലെ തന്നെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ചെങ്കൽ, ചുവന്ന കളറുള്ള, അല്ലേ, മണൽക്കല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഹുമയൂണിൻ്റെ ശവകുടീരം. ഇതിൽ നിന്നും എന്താണ് മാതൃക, അല്ലെങ്കിൽ ഇതിനെ മാതൃകയാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് വന്നിട്ടുള്ളത്, താജ്മഹൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. താജ്മഹൽ ഇതാ, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. അപ്പോൾ വെറും വെള്ള മാർബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ വെണ്ണക്കല്ലിൽ തീർത്ത മഹാത്ഭുതം എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും ഏത് കാലഘട്ടത്തിലാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരമാണ് ഇത് നിർമ്മിച്ചത്. അടുത്തത് ചെങ്കോട്ട. ഡൽഹിയിലെ ചെങ്കോട്ടയാണ് ചിത്രത്തിൽ കാണുന്നത്. അത് നമുക്കറിയാം, അല്ലേ? എന്തുകൊണ്ടായിരിക്കും ചുവന്ന കളർ? ഒരു സംശയം വേണ്ട. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു നിറവും ആ ഒരു പേരും. ചെങ്കോട്ട നിർമ്മിച്ചത് പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അപ്പോൾ ഡൽഹിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ജുമാ മസ്ജിദ്. മനസ്സിലായില്ലേ? മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സാധനമാണ് ജുമാ മസ്ജിദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഡൽഹിയിൽ ഒരു ട്രിപ്പ് നിങ്ങൾ പോകുന്ന സമയത്ത് ഇതൊക്കെ കവർ ചെയ്ത് വരാൻ പറ്റും.
അപ്പോൾ ഡൽഹിയിലെ മറ്റൊരു പിന്നെ ഒരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, അല്ലെ, ഹുമയൂണിൻ്റെ ശവകുടീരം, ഇതൊക്കെ ഏതാണ് ഈ പറയുന്ന ഇൻഡോ ഇസ്ലാമിക് വാസ്തുശൈലി പ്രകാരം പിന്നെ നിർമ്മിക്കപ്പെട്ട നിർമ്മിതികളാണ്. അടുത്തത് ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗോൾ ഗുംബസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ ഗുംബസ്. അത് ശരിക്കും എവിടെയാണ്? ബിജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്, ബിജാപ്പൂർ. ഓക്കെ. അതുപോലെ തന്നെ കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാറൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞവയും എന്തുതന്നെയാണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിക്ക് ഉദാഹരണങ്ങളാണെന്നാണ് പറഞ്ഞത്, അല്ലേ? ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ്, അത് ബാഹ്മിനി സുൽത്താൻമാരുടെ കാലഘട്ടത്താണ് ഗോൾ ഗുംബസ് ബീജാപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചാണ് ചാർമിനാർ, അല്ലേ? അത് എന്താണ്? ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്ന 2 പോയിന്റ് കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിജാപ്പൂരിൽ ഗോൾ ഗുംബസാണ്, ഹൈദരാബാദിലെ ചാർമിനാർ. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ബൃഹദീശ്വര ക്ഷേത്രം, അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി കുട്ടികളോട് എഴുതാൻ പറയുന്നതാണ്, നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക ചിത്രങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും. അതാണ് നമ്മൾ മുഗൾ ഭരണകാലത്ത് കുറിച്ചാണ് പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ അവിടെ മുഗൾ ഭരണകാല ഘട്ടത്തിൽ തന്നെ അതേ ടൈമിൽ ദക്ഷിണേന്ത്യയിൽ എന്ത് വന്നിട്ടുണ്ട്? 2 നിർമ്മിതികൾ വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ വിട്ടലസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ ഹസാര രാമക്ഷേത്രവും വന്നിട്ടുള്ളത് കേട്ടോ. അത് വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ചതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. വിട്ടലസ്വാമി ക്ഷേത്രം, ഹസാരരാമ ക്ഷേത്രം ഓർത്തിരിക്കണേ. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മിതി കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ നോക്കുക. ഇവ പാറകൾ ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട്. അലങ്കാര പണികളുള്ള തൂണുകൾ നിർമ്മിച്ചത്. എല്ലാ തൂണുകളും അലങ്കാര പണികളാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളുണ്ടാവും. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്തു. നല്ല വിശാലമായ ക്ഷേത്രങ്ങളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹസാരരാമ ക്ഷേത്രം, അതുപോലെ വിട്ടല സ്വാമി ക്ഷേത്രം, ഇതൊക്കെ കർണാടകയിലാണ്. ഓക്കെ, വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതും ഇതിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി 16ാം നൂറ്റാണ്ടിൽ നമ്മളങ്ങനെ എന്ത് ചെയ്തു? നേരെ അടുത്ത ഒരു നിർമ്മിതിയിലേക്ക് പോവാണ്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യ ശൈലി രൂപപ്പെടുത്തി, അല്ലെങ്കിൽ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. അത് അറിയപ്പെടുന്ന പേരാണ് ഗോത്തിക് ശൈലി. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ശൈലി എന്താണെന്നില്ല മനസ്സിലായി. അതേ സമയത്ത് 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പിന്നെ പരിചയപ്പെടുത്തിയ ഒരു വാസ്തുവിദ്യ ശൈലിയാണ് ശരിക്കും ഗോത്തിക് എന്നാണ് പറയുക. ഗോത്തിക് ശൈലി. അതിൻ്റെ പ്രത്യേകത നോക്കിയേ, കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ക്രിസ്ത്യൻ പള്ളികളാണ് ഇതിൽ വരുന്നത്. പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്രിസ്ത്യൻ പള്ളികളാണ് വരുന്നത്. അതാ കൂർത്ത ഗോപുരങ്ങളും അതിൻ്റെ അനുസരിച്ചുള്ള കമാനങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളൊക്കെ ഉൾപ്പെട്ടുള്ള പിന്നെ ഒരു നിർമ്മിതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗോതിക് ശൈലി പ്രകാരം നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഒന്ന് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഗോവയിലെ ബോം ജീസസ് ബസലിക്ക പള്ളി, അല്ലേ? ബോം ജീസസ് എന്ന് പറയുന്ന ഒരു പിന്നെ പള്ളിയുണ്ട്. അപ്പോൾ അതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഈ പറയുന്ന നമ്മളിപ്പോൾ പഠിച്ച ഗോത്തിക് ശൈലി പ്രകാരം രൂപപ്പെടുത്തിയ നിർമ്മിതികൾക്ക് ഉദാഹരണമാണ്. പ്രത്യേകത കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളുമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട നിർമ്മിതികളെക്കുറിച്ചാണ് ഇപ്പോൾ ഇത്രയും സമയമായിട്ട് പഠിച്ചത്. ഇനി സംഗീതവും ചിത്രകലയും. ഈ മധ്യകാല ഇന്ത്യയിലെ സംഗീതവും ചിത്രകലയൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കാം. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. അപ്പോൾ ആ ഒരു മധ്യകാല ഇന്ത്യയിലെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ദക്ഷിണേന്ത്യ നമ്മളെ ഭാഗത്ത് ദക്ഷിണേന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കർണാടക സംഗീതം കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ വികാസം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുരന്ദരദാസൻ. ഈ ഒരു പേര് ഓർത്തിരിക്കണം. ഇദ്ദേഹം കർണാടക സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പുരന്ദരദാസൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. മനസ്സിലായില്ലേ? അപ്പോൾ സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലാണ് ശരിക്കും പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ സംഗീത ശൈലി രൂപപ്പെട്ടത്. അതിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാനി സംഗീതം. എന്താണ്? ഹിന്ദുസ്ഥാനി സംഗീതം. അപ്പോൾ മനസ്സിലായല്ലോ, അത് പേർഷ്യൻ സംഗീതത്തിൻ്റെ ഭാഗത്തിൽ അതിൻ്റെ സ്വാധീനത്തോട് കൂടിയിട്ട് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പുതിയ ഒരു സംഗീത രീതിയാണ്, അല്ലേ? സംഗീത ശൈലിയാണ്. അമീർ ഖുസ്രു അതുപോലെ തന്നെ താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണെന്നാണ് പറയുന്നത്. ഈ അമീർ ഖുസ്രു ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ തത്ത എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അമീർ ഖുസ്രു, താൻസൻ എന്ന് വെച്ചാൽ സംഗീത രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ രാജസ്ഥാനിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു സംഗീത നിശയൊക്കെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണെന്നാണ് പറഞ്ഞത്. ഖവാലി എന്ന സംഗീത രൂപപ്പെട്ടത് ഇക്കാലത്താണ്. അടുത്തത് ഖവാലി. അപ്പോൾ കർണാടക സംഗീതം കിട്ടി, പിന്നെയോ ഹിന്ദുസ്ഥാനി സംഗീതം കിട്ടി, പിന്നെ ഖവാലി എന്ന് പറഞ്ഞുകൊണ്ട്
ഖവ്വാലിയാണ്. ഖവ്വാലി എന്ന സംഗീത രൂപം കൂടെ രൂപപ്പെട്ടത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ഖവ്വാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്കുവഹിച്ചു എന്നാണ് പറയുന്നത്. അമീർ ഖുസ്രു വലിയ പങ്കുവഹിച്ചു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. തബല, സിത്താർ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സംഗീത ഉപകരണങ്ങളായിട്ടുള്ള തബല, സിത്താർ തുടങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു പുരന്ദരദാസൻ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെയോ കിട്ടുന്നുണ്ടല്ലോ, പറഞ്ഞു നോക്ക്. പിന്നെ എന്താണ്, പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏത് വന്നിട്ടുണ്ട്, ഈ പറയുന്ന ഹിന്ദുസ്ഥാനി സംഗീതം അവിടെ ആവിർഭവിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരായിട്ടാണ് വരുന്നത് ആ കാലഘട്ടത്തിലുള്ള ആളാണ് അമീർ ഖുസ്രു, താൻസനൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരാണ്. അപ്പോൾ ഖവാലി എന്ന് പറയുന്ന ഒരു സംഗീത രൂപം കൂടി രൂപപ്പെട്ടു. അത് എന്താണ്, പിന്നെ അമീർ ഖുസ്രു അതിൻ്റെ ആ ഒരു പബ്ലിസിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഖവാലി എന്നുള്ളത് നമുക്ക് നോക്കാം. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഖാൻഗകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഖവാലി. അപ്പോൾ സൂഫി എന്ന് പറഞ്ഞ ആളുണ്ട് അല്ലേ, സൂഫി വര്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവർ പിന്നെ താമസിക്കുന്ന ഇടങ്ങളെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ശരിക്കും ഖാൻഗ. ചെറിയ ക്ലാസ് പറയുന്നുണ്ട് ഇത് ഖാൻഗകളാണ് അല്ലേ. അപ്പോൾ അവരുടെ ഇടയിൽ അവിടെ രൂപപ്പെട്ട ഈ ഖാൻഗകളിൽ രൂപപ്പെട്ട സംഗീത രൂപമാണ് ശരിക്കും ഖവാലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഖവാലി ക്ലിയർ. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഖവാലി എന്ന് വെച്ചാൽ ഉറുദു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഭക്തിഗീതങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നത്, വാദ്യങ്ങളുടെ സഹായത്തോടു കൂടി, വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഖവാലി. അപ്പോൾ സംഗീത ഉപകരണങ്ങളും ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉടലെടുത്തിട്ടുണ്ട്, രൂപം കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചിത്രകലയിലേക്കാണ്. നോക്കിയേ, ചിത്രകലകളും അന്ന് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്, രൂപപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ ചിത്രകലയാണ്. ബൈബിളിലെ ഒരു സന്ദർഭമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബൈബിളിൽ ഒരു സന്ദർഭം കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടാര ദൃശ്യങ്ങളാണ് മുഗൾ കാലഘട്ടത്തിലെ ചിത്രകലയിൽ വന്നിട്ടുള്ളത്. പ്രകൃതി ദൃശ്യങ്ങൾ, അന്നത്തെ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇത് ചിത്രം വരയിൽ വന്നിട്ടുണ്ട്. പിന്നെ രാമായണത്തിലെ സന്ദർഭങ്ങൾ, ഇതൊക്കെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ചിത്രങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു ചിത്രങ്ങളുടെ പ്രമേയങ്ങൾ എന്നാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇതൊക്കെ. ഇനി നമ്മൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കലയിൽ നിന്നും സാഹിത്യത്തിലേക്ക് വരുവാണ്. മധ്യകാല ഇന്ത്യയിലെ സാഹിത്യത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാം. മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടി. എല്ലാ തരത്തിലും എല്ലായിടങ്ങളിലും പുരോഗതിയാണ് അന്നത്തെ കാലത്ത്. ഓക്കെ, നോക്കാം. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. അപ്പോൾ അന്ന് രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനം, അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, സൂഫി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനാവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ അന്ന് പിന്നെ രൂപം കൊണ്ട കാര്യങ്ങളാണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ഭക്തിപ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് ചുവടെ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഭക്തിപ്രസ്ഥാനങ്ങളും സൂഫി പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രാദേശിക ഭാഷകൾക്ക് രൂപം കൊള്ളാൻ കാരണമായിട്ടുണ്ട്. ഈ പ്രാദേശിക ഭാഷകളായിട്ടാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, കവിതകളൊക്കെ രചിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രാദേശിക ഭാഷകളാണ് രൂപം കൊണ്ടതെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, ഇത്തരത്തിലുള്ള ഭാഷകളൊക്കെ, പ്രാദേശിക ഭാഷകളൊക്കെ ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രചനകൾ, കവിതകൾ, ഒക്കെ സാഹിത്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കൂടെ നമ്മളിപ്പം എന്ത് പറഞ്ഞിട്ടുണ്ട്, സൂഫി പ്രസ്ഥാനം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും എന്താണെന്ന് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തിപ്രസ്ഥാനം. അപ്പോൾ ഭക്തിപ്രസ്ഥാനം വെച്ചാൽ പേര് തന്നെ ഉണ്ട്, എന്താണ്, ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ശരിക്കും പറയുന്ന ഭക്തിപ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന് നായനാർമാർ, ആഴ്വാർമാർ എന്ന രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതോ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മുന്നേ. ദക്ഷിണേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന് നായനാർമാർ, ആഴ്വാർമാർ എന്ന രണ്ട് വിഭാഗങ്ങളാണ് ശരിക്കും ഉണ്ടായത്. ഈ നായനാർമാർ എന്ന് പറയുന്ന വിഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവരെന്താണെന്ന് പറയുക, ശിവഭക്തരായിട്ടുള്ള ആളുകളാണ്. ആഴ്വാർമാർ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണ്, വിഷ്ണു ഭക്തരും ആണ്. അതാണ് അടുത്ത പോയിന്റ് ഇവിടെ കൊടുത്തത്. നായനാർമാർ ശിവഭക്തരും, ആഴ്വാർമാർ വിഷ്ണു ഭക്തരുമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഭക്തിപ്രസ്ഥാനം ഈ രണ്ട് രീതിയിലാണ് അവിടെ ഉണ്ടായത് അല്ലേ, രൂപം കൊണ്ടത് ഭക്തിപ്രസ്ഥാനം. അപ്പോൾ അതെന്താണ്, രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ശിവഭക്തരായിട്ടുള്ള നായനാർമാരും പിന്നെയോ വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർമാരുമാണ് ഉണ്ടായത്. ആഴ്വാർമാർ നോട്ട് ചെയ്ത് വെക്കണം. 14-ാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു. ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സൂർദാസ്, തുക്കാറാം, മീരാഭായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകർ. അപ്പോൾ ഈ ഭക്തിപ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ നിന്നും എങ്ങോട്ട് പോയിട്ടുണ്ട്, ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചു പിന്നീട് 14-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അല്ലേ.
അപ്പോൾ ആ ഒരു സമയത്ത് ആരൊക്കെയാണ് അതിന് പ്രചാരണം കൊടുത്തതെന്ന് വെച്ചാൽ ഗുരു നാനാക്ക്, കബീർദാസ്, തുളസിദാസ്, സൂർദാസ്, തുക്കാറാം, മീരാഭായ്, ചൈതന്യ അവരൊക്കെയാണ് ഉണ്ടായത്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അന്ന് പ്രാദേശിക ഭാഷകൾ ഒരുപാട് രൂപം കൊണ്ടുവന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി സൂഫി പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാം. ആഡംബര ജീവിതത്തെ, അതിന് മുന്നേ ഗവായി എന്നാണ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ഗവായി എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു കലാരൂപമാണ്. അതെന്താണ്? സൂഫി വര്യന്മാരുടെ ഗൻഗകളിൽ രൂപപ്പെട്ട ഒരു സംഗീത ഭാഗമാണ് അല്ലേ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കുറച്ച് മുന്നേ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ സൂഫി പ്രസ്ഥാനം എന്താണെന്നാണ് നോക്കാം. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂഫ് എന്ന് പറയുന്നത് ഒരു അറബ് വാക്കാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അറബ് വാക്കാണ്. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഏതുണ്ടായിട്ടുള്ളത്? ഈ സൂഫിസം എന്ന് പറയുന്ന ഈ ഒരു ആശയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തത്. ഓക്കെ, അപ്പോൾ ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു ശരിക്കും സൂഫികൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. സൂഫികൾ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ഇതാ, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി. ഒരു പേരാണ് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്നതും നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നവരൊക്കെയാണ് ശരിക്കും സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിട്ട് ഉണ്ടായത് അന്നത്തെ കാലത്ത്. അപ്പോൾ ആഡംബര ജീവിതത്തെ എതിർത്ത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് സൂഫി പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? സൂഫ് എന്ന് പറയുന്ന അറബ് വാക്കിൽ നിന്നാണ് ശരിക്കും സൂഫിസം എന്ന പദം ഉണ്ടായത്. അപ്പോൾ രണ്ടാളുകളാണ്, ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി, അതുപോലെ തന്നെ ആരാണ്? നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന രണ്ടുപേരാണ് അതിന് പ്രാധാന്യം കൊടുത്തത്. ഇനി നമ്മളിതാ ഇക്കാലത്ത് ചില പ്രധാന പ്രാദേശിക ഭാഷകളിലുണ്ടായ സാഹിത്യ കൃതികളുടെയും അവയുടെ രചയിതാക്കളുടെയും പേരുകൾ താഴെ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ പ്രാദേശിക ഭാഷകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? മലയാളം, ഹിന്ദി, കന്നഡ, പിന്നെ ഒഡിയ, തെലുങ്ക്, തമിഴൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകൾ. അപ്പോൾ ഈ പ്രാദേശിക ഭാഷകളെ കുറച്ച് കൃതികൾ അന്ന് രചിച്ചിട്ടുണ്ട്. ആ കൃതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വളരെ പ്രധാനമായിട്ടും വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ മലയാളം തന്നെയാണ്. മലയാളത്തിൽ വന്ന കൃതി നോക്കിയാൽ മലയാളത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാ, അധ്യാത്മ രാമായണമാണ്. അത് രചിച്ചതാരാണ്? എഴുത്തച്ഛനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് ചോദിച്ചിട്ടുള്ള പണ്ട് ചോദിച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ്. മലയാളത്തിൽ വന്ന ഒരു കൃതിയാണ് അധ്യാത്മ രാമായണം. എഴുത്തച്ഛനാണ് രചിച്ചത്. എന്നാൽ നേരെ ഹിന്ദിയിലേക്ക് വന്ന് നോക്കിയേ, രാമചരിതമാനസം എന്ന് വെച്ചാൽ തുളസിദാസാണ് രചിച്ചത്. അത് ഓർത്തിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കണേ. ഇതാ ഹിന്ദി എന്ന് എഴുതുക. ക്ലിയർ? ഹിന്ദി എന്ന് എഴുതണം. ഹിന്ദി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? രാമചരിതമാനസം എന്ന് എഴുതുക. അത് രചിച്ചതാരാണ്? തുളസിദാസ്. അങ്ങനെ കൃത്യമായിട്ട് പഠിക്കണത്. പിന്നെ കന്നഡയിൽ വന്ന് നോക്കിയേ, വിക്രമാർജുന വിജയം. വിക്രമാർജുന വിജയമാണ്. അതിൻ്റെ പമ്പ ഭാരതം എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. പമ്പ ഭാരതം. ഓക്കെ, അപ്പോൾ അത് രചിച്ചത് പമ്പ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വിക്രമാർജുന വിജയം എന്താണെന്ന് മനസ്സിലായി. മറാത്തി ഭാഷയിൽ വന്നത് മറാത്തി ഭാഗവതം തന്നെയാണ്. മറാത്തി ഭാഗവതമാണ് അത് രചിച്ചത്. പക്ഷേ ഏക്നാഥ് എന്ന് പറയുന്ന ആളാണ്. ഏക്നാഥ്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു. മലയാളത്തിൽ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം രചിച്ചത്. ഹിന്ദിയിൽ തുളസിദാസ് രാമചരിതമാനസം രചിച്ചു. കന്നഡയിൽ പമ്പ എന്ന് പറയുന്നത് പമ്പ ഭാരതം അഥവാ വിക്രമാർജുന വിജയം, അത് കന്നഡയാണ്. കന്നഡയിൽ രചിച്ചു. പിന്നെയോ മറാത്തി ഭാഷയിൽ ഏക്നാഥ് എന്ന് പറയുന്നവർ മറാത്തി ഭാഗവതം രചിച്ചു. ഇനി ഇവിടെ തമിഴിലാണുള്ളത്. തമിഴിൽ ഇരാമവതാരം. ഓക്കെ, രാമ അവതാരം എന്ന് പറയുന്ന പോലെ ഇരാമവതാരം, അല്ലെങ്കിൽ അത് കമ്പരാമായണം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. കമ്പർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് രചിച്ചത്. അപ്പോൾ തമിഴ് ഭാഷയാണെന്ന് ഓർത്തിരിക്കണം. ഈ പേര് കിട്ടി നമുക്ക് ആളെ കിട്ടും, പക്ഷേ ഭാഷ നോക്കണം. തെലുങ്കിൽ മഹാഭാരതം തന്നെയാണ് നന്നയ്യ. ഓക്കെ, നന്നയ്യ എന്ന് പറയുന്ന ആളാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഓക്കെ, തെലുങ്ക് ഭാഷയിൽ മഹാഭാരതം. പിന്നെ വരുന്നത് ഒഡിയാണ്. ഒഡിയ ഭാഷയിൽ സരളദാസ രചിച്ചിട്ടുള്ള എന്താണ്? ഒഡിയ മഹാഭാരതം. അപ്പോൾ മഹാഭാരതം തെലുങ്ക് ഭാഷയിൽ നന്നയ്യ രചിച്ചിട്ടുണ്ട്. എന്നാൽ ഒഡിയയിലേക്ക് വരുമ്പോൾ അതാരാണ്? സരളദാസാണ് ഒഡിയ മഹാഭാരതം. ഇനി ബംഗാളിയാണ്. ബംഗാളി ഭാഷയിൽ ബംഗാളി രാമായണമാണ് കൃതിവാസിയാണ് രചിച്ചത്. ഗുജറാത്തി ഭാഷയിൽ ഗുജറാത്തി ഭാഗവതമാണ് പ്രേമാനന്ദയാണ് രചിച്ചത്. അപ്പോൾ പ്രേമാനന്ദ, കൃതിവാസ, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായിട്ടൊന്ന് 2 തവണ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, പിന്നെ മറക്കില്ല. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ് പിന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നില്ല നമുക്ക് നോക്കാം. ഇതാ, സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷകളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഘടി, ബോലി, ബ്രിജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. അപ്പോൾ ഉറുദു ഭാഷ വളരെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും. എന്താണ്? സൂഫി പ്രസ്ഥാനമാണ് ശരിക്കും ഉറുദു ഭാഷകളുടെ വളർച്ചയ്ക്ക് സ്വാധീനം ചെലുത്തിയത്, പ്രധാനപ്പെട്ടത്. എന്നാൽ ഈ ഉറുദു ഭാഷ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അറബി ഭാഷ, പേർഷ്യൻ, ഈ 2 ഭാഷകളും പിന്നെ എന്തായിട്ടുണ്ട്? അതുകൊണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന അന്ന് നിലനിന്നിരുന്ന പ്രാകൃത ഭാഷകളായിട്ടുള്ള ഒന്ന് ഘടി, ബോലി, 2 ബ്രിജ്. ഇതൊക്കെ പ്രാകൃത ഭാഷകളാണ് കേട്ടോ. പ്രാചീന കാലത്തെ പ്രാകൃത ഭാഷകളാണ്. അപ്പോൾ അറബിയും പേർഷ്യനും ഘടി, ബോലിയും ബ്രിജും മുതലായിട്ടുള്ള ഭാഷകളൊക്കെ കൂടി ചേർന്നാണ് ശരിക്കും ആരുണ്ടായത്? ഉറുദു ഭാഷ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി ഇവിടെ വരുന്നുണ്ട്.
അന്നത്തെ കാലത്ത് ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കൃതികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലഘട്ടത്തിൽ തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. ആ ഒരു സമയത്ത് ആരാണ്? അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് തർജ്ജമ ചെയ്യാൻ വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചു ആ ഒരു സമയത്ത്. കാരണം ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാ ഷുക്കോ ആണ്. അപ്പോൾ ദാരാ ഷുക്കോ ആരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ദാരാ ഷുക്കോ ആണ്. ദാരാ ഷുക്കോ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ദാരാ ഷുക്കോ ആരാണത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ് ദാരാ ഷുക്കോ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? ഉപനിഷത്തുകളും അഥർവവേദങ്ങളൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു തർജ്ജമയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അക്ബറിൻ്റെ കാലത്താണ് അത് പ്രവർത്തിച്ചത്. പിന്നീട് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ദാരാ ഷുക്കോയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപനിഷത്തും അഥർവവേദങ്ങളൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ എളുപ്പമാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അപ്പോൾ അവസാനം കഴിഞ്ഞ ഈ ഒരു ഭാഷയെ ബന്ധപ്പെട്ട കാര്യങ്ങളും കൃതികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും അല്ലേ, മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാവും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെക്കണം. അടുത്ത ഒരു ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. എന്ന് കിട്ടാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. കിട്ടാവുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് എന്നാണ് അറിയുന്നവരൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എല്ലോറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, എല്ലോറ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ്. 2 ചോദ്യങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത്. 1 ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് എന്നാണ് ചോദ്യം. 2 എന്താണ് എല്ലോറ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഈ 2ഉം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിൽ ഗുണമെന്ന് വെച്ചാൽ യൂട്യൂബ് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കും. ഓക്കെ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും ഒന്ന് പരിഗണിക്കുക ആ ഒരു കാര്യം കൂടെ. ഓക്കെ, അടുത്ത ദിവസം കാണാം. നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആശങ്കകൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ കാണുന്ന നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, റിപ്ലൈ തരും. ഓക്കെ, താങ്ക് യു.